السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്തിഗ്ഫാറിനെ കുറിച്ചാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിനെ കുറിച്ചൊരു 2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത്. നാം ഏത് കാര്യം കൊണ്ടും ഏത് കാര്യവും നമുക്ക് നേടാൻ കഴിയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൽ കൊണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കൽ കൊണ്ട് നമുക്ക് ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയും. ഒരു പ്രത്യേക ദിക്ർ തന്നെയാണത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നുണ്ട്. നിങ്ങളും ഇസ്തിഗ്ഫാർ ചെയ്യുക. ഹദീസ്. അപ്പം എല്ലാ പാപത്തിൽ നിന്നും മുക്തനായിരിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ദിവസവും ചെല്ലാറുണ്ട്. അപ്പം നമ്മളും ചെല്ലുവീൻ എന്ന റസൂൽ പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നടക്കും എന്നാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം 100 പ്രാവശ്യത്തിൽ കുറയാതെ നമ്മൾ ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നെങ്ങനെ ചെല്ലണം. നമസ്കാരത്തിൻ്റെ ശേഷം 3 പ്രാവശ്യം ചെല്ലുന്നതിനൊക്കെ പുറമെ ഒരു സമയത്ത് ഇരുന്നിട്ട് ഒരു 100 പ്രാവശ്യം. അതുതന്നെ രാത്രിയിലാവൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അത്താഴ സമയത്താവൽ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുന്നവർ. അത്താഴ സമയം എന്ന് പറഞ്ഞാൽ രാത്രി 12 ശേഷം പകുതി രാവ് പകുതിയായതിന് ശേഷമുള്ള സമയമാണ്. ആ സുബഹി വരെയുള്ള സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്തതിന് അല്ലാഹു തആല പ്രത്യേകം പവർ വെച്ചിട്ടുണ്ട്. അത് നല്ല ജനങ്ങളുടെ സ്വർഗാവകാശികളുടെ അടയാളങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്നാണ്. അപ്പം നമ്മൾ അൽഹംദുലില്ലാഹ് തഹജ്ജുദിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ മുമ്പ്, സുബഹിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. ഈ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ഒരു 100 പ്രാവശ്യം ചെല്ലാൻ നാം ശീലിക്കണം. അത് പതിവാക്കണം. പതിവാക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മളെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കുന്നതിന് പുറമെ നമുക്ക് ദുനിയവിയും ഉഖ്റവിയുമായ പല കാര്യങ്ങളും നേടാൻ കഴിയും. അതിന് അല്ലാഹു തആല പ്രത്യേകം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.